മലബാറിൻ്റെ സ്പെഷ്യൽ സ്നാക്കായ ഏലാഞ്ചി ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ ഗെയ്സ്. മുട്ടക്കുഴലപ്പം ലവ് ലെറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ലിവനുണ്ടല്ലോ, ആള് ചില്ലറക്കാരനല്ല, ഭീകരനാണവൻ, കൊടും ഭീകരൻ. എന്നാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് ഈ രുചികരമായ ഏലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയത് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കശുവണ്ടിയോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാനവിടെ അതിന് പകരമാണ് 1/2 ടേബിൾ സ്പൂൺ കശുവണ്ടി കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഈ കശുവണ്ടി മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ തേങ്ങ ചെറിയ തോതിലൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ തേങ്ങ ഈ കാണുന്നത് പോലെ ചെറിയ തോതിലൊന്ന് മൂത്ത് ചുവന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ശേഷം അടുത്തതായി നമുക്കിതിനാവശ്യമായ ബാറ്റർ, ഈ ഏലാഞ്ചി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഈ പറഞ്ഞ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദ മാവിട്ട് കൊടുക്കുക. കൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം നമുക്ക് ഈ ബാറ്റർ ഒരല്പം ലൂസായിട്ട് കലക്കിയെടുക്കാൻ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ. ചിലപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം അല്പാൽപമായി ചേർത്ത് കൊടുത്ത് ഏതാണ്ട് ഒരു ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ മാവ് കലക്കിയെടുക്കില്ലേ, ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ ബാറ്റർ കലക്കി റെഡിയാക്കിയെടുക്കാൻ. ഈ കാണുന്നത് പോലെ ഒരല്പം ലൂസായിട്ട് വേണം നമുക്ക് കലക്കിയെടുത്ത് വയ്ക്കാൻ. അങ്ങനെ ബാറ്റർ ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് കുറേശ്ശെ തവയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി ചുട്ടെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഒരല്പം നൈസായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരുപക്ഷെ ഈ ബാറ്ററിന് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ലൂസാക്കാം. അങ്ങനെ ഈ മാവ് ഇതുപോലൊന്ന് പരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം മൂത്ത് കിട്ടാനായിട്ട് കുറഞ്ഞതൊരു 2 മിനിറ്റ് എടുത്തേക്കാം. അങ്ങനെ ഈ പറഞ്ഞ 2 മിനിറ്റുകൾക്ക് ശേഷം അതിൻ്റെ ആ ഒരു വശം മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്കിതിൻ്റെ മറുവശം കൂടി ഒന്ന് മൂപ്പിക്കാം. അങ്ങനെ ഈ 2 കാര്യങ്ങൾക്ക് ശേഷം നമുക്കിത് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്പെഷ്യൽ ഏലാഞ്ചിയുടെ, അതായത് മുട്ടക്കുഴലപ്പം ലവ് ലെറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും. പ്രത്യേകിച്ച് നമുക്ക് ഈ മാവ്, ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് തയ്യാറായി കഴിഞ്ഞാൽ തന്നെയും നമുക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.